പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. എനിക്ക് എത്രയും പ്രിയനായിരിക്കുന്ന പാസ്റ്റർ ജോർജ് മാത്യു, ഞങ്ങൾ ഓമനപ്പേരിൽ റെജി എന്ന് വിളിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജോർജ് മാത്യു പറയുന്ന റെജി. പെർത്ത്, ഓസ്ട്രേലിയയിൽ പെർത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു സഭാസ്ഥാപനത്തിനായി ദൈവം ആ പ്രിയപ്പെട്ടവനെ ഉപയോഗിക്കാനിടയായിത്തീർന്നു. അല്പനേരത്തെ തൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകളും വിശേഷാൽ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരിയിലൂടെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ച് അവിടെ ഗ്രാജുവേറ്റ് ചെയ്യുവാനിടയായിത്തീർന്ന ഫസ്റ്റ് ബാച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവിദ്യാർത്ഥിയും ഒരു അനുഗ്രഹിക്കപ്പെട്ട പെർത്ത് പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ സഭാ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമാണ്. റെജി പാസ്റ്ററെ, വളരെ സന്തോഷം കണ്ടതിൽ. ഓൺലൈൻ സെമിനാരിയിൽ പഠിപ്പാനിടയായിത്തീർന്നല്ലോ. മുൻകാലങ്ങളിൽ എന്തെങ്കിലും ദൈവാലോചന ഈ വിഷയത്തിൽ? പാസ്റ്റർ നമുക്ക് അനേക വർഷങ്ങൾക്ക് മുന്നമേയുള്ള പരിചയമുണ്ട്. പാസ്റ്റർ ഓർക്കുന്നുണ്ടായിരിക്കാം, ഒരിക്കൽ വാളക്കോടായിരിക്കുന്ന സമയത്ത് ദൈവ സഭയെക്കുറിച്ചും ദൈവ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ ദാസനോട് അറിയിച്ച ദൂതുകളൊക്കെ ഞാൻ ഓർക്കുന്നു. ആലോചന പറഞ്ഞു. അതെ, പാസ്റ്റർ അന്ന് പറഞ്ഞ ആലോചന എനിക്കൊന്ന് വാളക്കോട്ട് പാസ്റ്റർ താമസിക്കുന്ന സമയത്താണ്. അതെ, ഞാൻ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് വന്നപ്പോഴാണ് പാസ്റ്റർ അന്ന് ആലോചന പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഒരു 25 വർഷമായി. എനിക്കൊന്ന് 25 കൂടുതലായി പാസ്റ്റർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 10-28 വർഷം കഴിഞ്ഞു. അന്ന് കേട്ടപ്പോൾ എനിക്കൊരിക്കലും ഞാനൊരു ശുശ്രൂഷകനാകുമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു മിനിസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റോ ഞാൻ കാണിച്ചിരുന്ന വ്യക്തിയല്ല. എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. അത് ദൈവം വ്യക്തമായ വിഷൻ തന്നിട്ടാണ് പെർത്തെന്ന പട്ടണം കാണിച്ച് അവിടേക്ക് എന്നെ കുടുംബമായിട്ട് അയക്കുവാനിടയായത്. എനിക്ക് തോന്നുന്നു അയർലൻഡിൽ വെച്ചാണ് ദൈവാത്മാവ് ഞങ്ങളോട് പെർത്തിലേക്ക് മൂവ് ചെയ്യുവാൻ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് മൂവ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ കർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അല്ല, ഞാൻ ആഗ്രഹിച്ചത് റിസൈൻ ചെയ്ത് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചിന്തിച്ചത്. എന്നാൽ ദൈവഹിതം മറ്റൊന്നായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി എന്നോട് പറഞ്ഞു അവർക്ക് എന്നെ ഓസ്ട്രേലിയക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മനസ്സുണ്ട്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി തന്നെ എന്നെ ഓസ്ട്രേലിയക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ പെർത്തിലെത്തുവാനിടയായി തീർന്നത്. അതൊരു വലിയ ദൈവ നിയോഗമായിരുന്നു. നിശ്ചയമായിട്ടും പാസ്റ്റർ, ബിക്കോസ് ദൈവവചനം നമ്മോട് അല്ലെങ്കിൽ ദൈവിക ആലോചനകൾ നമ്മോട് ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും വെറുതെ മടങ്ങിപ്പോകത്തില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അന്ന് പെന്തക്കോസ്റ്റിൻ്റെ പ്രവർത്തനം പെർത്തിൽ പെന്തക്കോസ്റ്റിൻ്റെ ഒരു മലയാളി സഭ അന്ന് പെർത്തിൽ മലയാളി സഭകളില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് 3-4 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ പെന്തക്കോസ്റ്റുകാരായിട്ട് അറിയപ്പെടുന്നവർ, അല്ലാതെ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന നിമിഷത്തിലാണ് ദൈവം എനിക്ക് അവിടെ വെച്ച് പിന്നെയും ഫർദർ വിഷനിലേക്ക് നടത്തിയിട്ട് 2007 ഡിസംബർ മാസം ആദ്യമായിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരു മലയാളം മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിക്കാനിടയായിട്ട്. വണ്ടർഫുൾ. ഇപ്പോൾ നമുക്ക് അവിടെ സ്വന്തമായിട്ട് ആലയമുണ്ട്, ഒരു കൂട്ടം ആത്മാക്കളുണ്ട്, 100-200-ലധികം ആളുകൾ ആരാധനയ്ക്ക് അവിടെ. അതിൽ പക്ഷേ ആദ്യം തുടക്കകാലങ്ങളിൽ നോക്കിയാൽ ഞാനും ഡെയ്സിയും ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും മാത്രം, പിന്നെ ദൈവം തന്ന വിഷനും മാത്രമേ ഉള്ളായിരുന്നു. മറ്റൊന്നും ഞങ്ങൾക്ക് പറയുവാനില്ല. എൻ്റെ ആദ്യത്തെ വിശ്വാസി എൻ്റെ വൈഫും എൻ്റെ 2 കുഞ്ഞുങ്ങളുമാണ്. എൻ്റെ 3ാമത്തെ കുഞ്ഞ് വന്നിരുന്നില്ല. എന്നാൽ ദൈവം എനിക്കൊരു വിഷൻ തന്നു. ഞാൻ അറിയാത്ത ചില മേഖലയിൽ കൂടെ ദൈവം എന്നെ നടത്തുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോഴ് ഏതാണ്ട് 260-270 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ചർച്ചയായി വളരുവാനും ദൈവം എന്നെ കാണിച്ച വിഷനുകൾ 1 by 1 ആയിട്ട് ഫുൾഫിൽ ചെയ്തുകൊണ്ട് വരുന്നത് അനുഭവിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൊഫഷണൽ ജോലിയോടൊപ്പമാണ് ഇപ്പോഴും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. അതെ. ഇപ്പോൾ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്? പക്ഷേ ഞാൻ വി ബിൽഡ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു മേജർ പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി മാനേജറായിട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലും മാനേജർ പോസ്റ്റിൽ, ഖത്തറിൽ ഒരു ഡിവിഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒമാൻ പെട്രോളിയത്തിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ONGC കുറേ നാൾ വർക്ക് ചെയ്യുവാനിടയായി. സിംഗപ്പൂരിൽ വർക്ക് ചെയ്തു. അങ്ങനെ ദൈവം എന്നെ ഈ സുവിശേഷ വേലയിലേക്ക് കൊണ്ടുവന്നത് അനേക രാജ്യങ്ങളിൽ കൂടെ കടത്തിവിട്ട് അനേക എക്സ്പീരിയൻസുകൾ ജീവിതത്തിൽ തന്ന് അതിനുശേഷമാണ് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുവാനിടയായിത്തീർന്നത്. ഇപ്പോൾ എത്ര രാജ്യങ്ങളിലോളം സഞ്ചരിച്ചു? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 36 രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും ജോലിയുള്ള ബന്ധത്തിൽ
പലവിധമാകുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെടുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. 36-ൽ പരം രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, കമ്പനിയുടെ ഒഫീഷ്യൽ ട്രിപ്പായിട്ട് തന്നെ. ഇപ്പോഴും യാത്രകളുണ്ട്. ഇപ്പോഴും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പാസ്റ്ററെ. യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാ വൻകരകളിലും എല്ലാ വൻകരകളിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ വൻകരകളിലും പോകുവാൻ ദൈവം സഹായിച്ചു. പ്രൊഫഷണൽ ആളുകൾക്ക് ശുശ്രൂഷയ്ക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ള ഒരു വിഷനാണ് 7 years ബാക്ക് എനിക്ക് നൽകിയത്. എനിക്ക് തോന്നുന്നു ജോർജ് മാത്യു പാസ്റ്റർ എന്നെ ഓസ്ട്രേലിയയിൽ പാസ്റ്റർജിയുടെ ചർച്ചിൽ കൺവെൻഷന് ഇൻവൈറ്റ് ചെയ്ത് വന്ന് ഞാൻ പ്രസംഗിച്ച കാലം ഏതായിരുന്നു? 7 വർഷമായിരുന്നു. എനിക്ക് തോന്നുന്നു പാസ്റ്റർ അത് 2015 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ എനിക്കൊന്നുള്ള റീകൺഫേം ചെയ്യണം. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ടൈം. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ആദ്യമായിട്ട് പാസ്റ്റർജി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആദ്യം എന്നോട് ദൂത് പറഞ്ഞ ആൾ ഞാനാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഈ പ്രൊഫഷണൽ ആളുകൾക്ക് ശുശ്രൂഷ പരിശീലനം നൽകാൻ ദൈവം എനിക്ക് നൽകിയ ആ വിഷൻ അനുസരിച്ച് ഏതാണ്ട് 5.5 വർഷത്തോളം സ്റ്റുഡിയോ റെക്കോർഡിംഗ് എടുത്ത്, കാരണം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും എല്ലാവരുടെയും സമയത്ത് സൂമിൽ കയറാൻ എളുപ്പമല്ല. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും, പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സുകൾ, തിയോളജിക്കൽ സെമിനാരി ഞങ്ങൾ സ്റ്റുഡിയോ ഉണ്ടാക്കി. അവിടെയുള്ള വിലപ്പെട്ട ഫാക്കൽറ്റിയും പ്രൊഫസേഴ്സ് എല്ലാവരും, പ്രിൻസിപ്പൽ അനി മാഡം, ഡോക്ടർ അലക്സി സാർ, ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരിക്കും സാറ്, അതുപോലെ ഒത്തിരി ആശ്വാസവും കൈത്താങ്ങലും നൽകിയതാണ് ഡോക്ടർ ടി.ജി. കോശി. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ വിഷൻ ഷെയർ ചെയ്തപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇത് വലിയ ഭാരിച്ച ചിലവുള്ള കാര്യമാണ്, പക്ഷേ എനിക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഇവിടെ മറ്റ് സൗകര്യങ്ങളെല്ലാം അധ്യാപകരെല്ലാം ക്രമീകരിച്ച് അതിനുള്ള ചെയ്യാം. പക്ഷേ കുഞ്ഞ് ചെയ്യുന്നത് ആരും ചെയ്യാത്ത ഒരു കഠിനാധ്വാനമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഒരു പ്രൊഫഷണൽ ആളുകൾ കർത്താവിൻ്റെ വേലയിൽ വന്നാൽ അവരിലൂടെ അനേകർ കർത്താവിൻ്റെ വേലയിൽ ഒരുക്കപ്പെടും. ഇപ്പോൾ ഏതാണ്ട് 30-ൽ പരം രാജ്യങ്ങളിലുള്ള ആളുകൾ പഠിക്കുവാൻ റജിപ്പാസിനോട് ഒരുമിച്ച് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തത് 12 രാജ്യത്തുള്ള 24 പേരാണ്. അപ്പോൾ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു അത് പ്രയോജനം ചെയ്തത്? അത് പറഞ്ഞു വരുമ്പോൾ പക്ഷേ ഞാൻ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങി. എനിക്ക് നല്ലൊരു ക്രിസ്തീയ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സൺഡേ സ്കൂൾ പഠിച്ച അനുഭവങ്ങൾ, അനേക ശുശ്രൂഷകൾ അറ്റൻഡ് ചെയ്ത അനുഭവങ്ങൾ, അങ്ങനെ അനേക അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഒരിക്കലും സിസ്റ്റമാറ്റിക്കായിട്ട് വചനം പഠിച്ചിരുന്നില്ല. അത് നിശ്ചയമായിട്ടും എപ്പോഴും ഒരു കുറവ് തന്നെയായിരുന്നു. ആ കുറവ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ ആത്മീയ ശുശ്രൂഷ മുന്നേറുമ്പോൾ തന്നെ അതൊരു ലിമിറ്റ് തന്നെയായിരുന്നു. എന്നാൽ അന്നേരം ആ പാസ്റ്റർ ഓൺലൈൻ ഈ ബൈബിൾ സ്കൂളിനെ കുറിച്ചും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയോട് ചേർന്ന് അത് നടത്തുവാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും പറയുവാനും ഡിസ്കസ് ചെയ്യുവാനിടയായി. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായി തീർന്നു. മറ്റൊന്നുമല്ല, എൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ എനിക്ക് സൂമിൽ ടൈമിൽ കയറാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലവാരത്തിൽ പഠിപ്പാനോ സാധ്യമായിരുന്നില്ല. അന്നേരം പാസ്റ്റർ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ അയച്ചു തന്നിട്ട് എൻ്റെ ഡ്രൈവിംഗ് മീൻസ് ഓഫീസിലേക്ക് പോകുന്ന വഴിയിലും ഞാൻ യാത്ര ചെയ്യുമ്പോഴുമൊക്കെ അത് കേൾക്കുവാനും അത് പഠിക്കുവാനും ഒക്കെ ഉപകാരപ്രദമായി. എനി ടൈം എനിവെയർ അവൈലബിൾ ആയി. അത് നിശ്ചയമായിട്ടും, ബിക്കോസ് എസ്പെഷ്യലി ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഓഫീസിലേക്കുള്ള യാത്ര 45 മിനിറ്റ്സ് ആയിരുന്നു എവറി ഡേ മോർണിംഗ്. അന്ന് രാവിലെ ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് മടങ്ങി വരുമ്പോഴും അത് തന്നെ ചെയ്യും. അന്നേരം അതൊരു വലിയ അനുഗ്രഹമായി തീർന്നു. അപ്പോൾ സെമിനാരി നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എത്തുവാനിടയായി. That is the important factor, Pastor. The difficulty is that for us, we don't have a time to spare all specific time to come to the computer and to turn on the Zoom and everything. This is I can reach at any time, especially, Pastor, the service you're providing, that's something different. If I am in doubt, I can easily give you a call and can discuss. That is another thing. That's not always available with everyone, but you are always available to clarify if there is any doubt. Exactly. അത് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹമായി തീരാനിടയാണ്. മാത്രമല്ല, സൂമിൽ നമ്മളൊന്ന് കയറി മീറ്റിംഗ് കഴിഞ്ഞു, പിന്നീട് നമുക്കൊരു വീണ്ടും ഒന്ന് കേൾക്കണം, അല്ലെങ്കിൽ ആ ക്ലാസ് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും. ഇപ്പോഴും ഞാനത് കേൾക്കുന്നുണ്ട് പാസ്റ്റർ. പ്രത്യേകിച്ച് ഞാൻ ചർച്ചിൽ ബൈബിൾ സ്റ്റഡീസ് ഒക്കെ എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷന് ഒരുപാട് സഹായമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഡോക്ടർ ആനി ജോർജ്
പുള്ളിക്കാരുടെ ടീച്ചിങ് ഒക്കെ എന്നെ ഒത്തിരി പേഴ്സണലി ടച്ച് ചെയ്തതാണ്. ഞാൻ സ്റ്റിൽ ലവ് ഹർ. ദ റീസൺ ഈസ് ലൈക്ക് ഇറ്റ് വാസ് ഇമ്പാക്റ്റഡ് മീ ലോട്ട്. ആ പാഷൻ, ആ വചനം പഠിപ്പിക്കാനുള്ള പാഷൻ, ആ വചനം പഠിക്കുന്നവരെക്കുറിച്ചുള്ള ആ വലിയ ആഗ്രഹങ്ങൾ, അതൊക്കെ അവരിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒത്തിരി ചെറുതായി പോയതായിട്ട് എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യാൻ ചെയ്ത ചില സന്ദർഭങ്ങളുണ്ട്. പല ദേവദാസന്മാർ പഠിപ്പിച്ച ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ദൈവപുരുഷനായിരുന്ന ഡോക്ടർ ടി ജി കോശി സാറ്, ഞങ്ങളെ കോശിയപ്പച്ചനെന്ന് വിളിക്കുന്നത്, ആ ഭക്തന് ദൈവം നൽകിയ ദർശനത്തിൽ നിന്ന് ഉടലെടുത്ത ആ സ്ഥാപനം ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എത്രയും ശ്രേഷ്ഠന്മാരായ പ്രൊഫസേഴ്സ്, അവരെ എല്ലാവരും നമുക്ക് അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും ശുശ്രൂഷ പരിചയത്തിൽ നിന്നും അവരുടെ ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന ആ ശിഷ്യത്വം വളരെ പ്രഷ്യസാണ്. കോശിയപ്പച്ചനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാസ്റ്ററെ, കോശിയപ്പച്ചൻ ഞങ്ങളുടെ പെർത്തിൽ വീട്ടിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. കോശിയപ്പച്ചനോട് ഒപ്പം ആഹാരം കഴിക്കാനൊക്കെ അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ സഭയിൽ വന്ന് അപ്പച്ചൻ 2 പ്രാവശ്യം മിനിസ്ട്രി ചെയ്യാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പച്ചൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിന്ത, ക്രൂശിനെ വർണ്ണിക്കാതെ താൻ ഒരിക്കലും ശുശ്രൂഷ നിർത്തിയിരുന്നില്ല. ആ ഫോക്കസ്, ഭയങ്കര ക്രൂശിലുള്ള ഫോക്കസ്, ഒരു വളരെ ശ്രേഷ്ഠതയായിട്ട് ഞാൻ അതിനെ ഓർക്കാറുണ്ട്. അതെനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പച്ചൻ എന്നോട് തൻ്റെ പേഴ്സണലായിട്ടിരുന്ന് സംസാരിച്ച പല സന്ദർഭങ്ങളിലും പറഞ്ഞത് എന്നെ ഒത്തിരി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. എക്കാലം അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃക ദൈവപുരുഷനായിരുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് അടുത്തറിഞ്ഞവർക്കെല്ലാം അത് പറയുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അവിടെ മീറ്റിങ്ങിന് കൺവെൻഷനെ വന്നപ്പോൾ ഒരു രാത്രി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോൾ എന്നെ കോശിയപ്പച്ചൻ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ശബ്ദം മനസ്സിലായി. കോശി സാർ ഇവിടെ വന്നു, വയസ്സായിട്ട് ഇപ്പോഴും എന്നോട് ചോദിച്ച് വയസ്സായെന്ന് ആര് പറഞ്ഞു? ഞാനിപ്പോഴും യൗവനക്കാരനാണ് കർത്താവിന് വേണ്ടി. വളരെ ആഴമായ സമർപ്പണം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈവൻ ആനി ജോർജിന് നമുക്കത് കാണാൻ കഴിയും. ഞാൻ മീൻസ് ഡോക്ടർ ആനി ജോർജുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിൽ ഡോക്ടർ ആനി ജോർജ് മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഇടയായിട്ടുണ്ട് സൂം ത്രൂവിൽ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പുള്ളിക്കാരിക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള ദാറ്റ് ഈസ് അമേസിങ്. അത് നമുക്ക് ആരും കാണാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ആ ഒരു ടീച്ചിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും ഒരു ക്ലാസ് എടുക്കുമ്പം മിക്കവാറും സ്റ്റുഡിയോയിൽ കണ്ണുനീരോടെ ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ ഈ പ്രൊഫഷണൽ ആളുകൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാം, ഡിപ്ലോമ ഇൻ തിയോളജി, ഗ്രാജുവേറ്റ് ഇൻ തിയോളജി, BA ഇൻ തിയോളജി, ബിബ്ലിക്കൽ കോഴ്സസാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രോഗ്രാം മൊത്തത്തിൽ ഞാൻ സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞ് എല്ലാം കൂടെ 20,000 മണിക്കൂർ ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. 5.5 വർഷമെടുത്ത് ആ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രൊഫഷണൽ ആളുകളെ എക്യുപ്പൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. പാസ്റ്ററെ, എനിക്ക് തോന്നുന്നു ഇനിയും വരുന്ന കാലങ്ങളിൽ അനേക പ്രൊഫഷണൽസ് ഇങ്ങനെ മിനിസ്ട്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, സെൽഫ് സപ്പോർട്ടഡായിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പൗലോസ് കൂടെ ചെയ്ത മാതിരി ടെൻറ്റ് മേക്കറായിട്ടും നിന്നുകൊണ്ട് വചനം അതിധൈര്യത്തോടെ പ്രസംഗിപ്പാൻ ദൈവം അവരെ സഹായിക്കുന്നുണ്ട്. കാരണം ആരിലും ആശ്രയിക്കണം. എക്സാക്ട്ലി, അതൊരു വലിയ ഫ്രീഡം തന്നെയാണ് പാസ്റ്ററെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്ന വിഷനൊത്ത് മൂവ് ചെയ്യുവാൻ അത് നമ്മെ ഒത്തിരി സഹായിക്കും. ഇല്ല എങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവദാസന്മാർക്ക് വിഷനിലേക്ക് മൂവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ അവരെ കൺട്രോൾ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. അത് തന്നെയല്ല, നമ്മൾ പ്രൊഫഷണൽ പൊസിഷനിൽ ഇരുന്ന് മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അനേക ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ വാല്യൂസും കൊടുക്കുന്നു. എക്സാക്ട്ലി, ബിക്കോസ് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇവർ സുവിശേഷം കൊണ്ട് ഇറങ്ങിയതെന്നൊരു തെറ്റായ ധാരണ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് പോകും. എക്സാക്ട്ലി, അവർക്കറിയാം അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു, അവർ ഒരു പാഷനോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ജനവും കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു ഡിഫറെൻ്റ് റിലം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് പാസ്റ്ററെ, ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഈ സമയത്തുണ്ടെങ്കിൽ പ്രൊഫഷണൽ വർക്കിനോട് കൂടെ എനിക്ക് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങണമെന്നൊരു വിളി ഉണ്ടായിട്ടും ശങ്കിച്ചു നിൽക്കുന്ന, അല്ലെ എങ്ങനെയായി തീരുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന അനേകരായിരിക്കും നമ്മളെ കേൾക്കുന്നത്.
പക്ഷേ എനിക്കിന്ന് അവരോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ശങ്കിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയോട് കൂടെ ഇറങ്ങുമെങ്കിൽ നിശ്ചയമായിട്ടും നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മെ നിർത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഡിഫറെൻറ്റ് സീനിയർ പൊസിഷനുകളിലും കോർപ്പറേറ്റ് പൊസിഷനിലും വർക്ക് ചെയ്യുമ്പോഴും എനിക്കൊരിക്കലും എൻ്റെ പൊസിഷൻസ് സുവിശേഷ വേലയ്ക്ക് ഒരു തടസ്സമായി മാറിയിട്ടില്ല. ഏറെക്കുറെ എത്ര പേര് സ്നാനപ്പെടുത്തി കാണും ഇപ്പോൾ അവിടെ? എനിക്ക് തോന്നുന്നു പാസ്റ്ററെ, ഞാൻ പേഴ്സണലി ഏതാണ്ട് 20 to 25 ആൾക്കാരെ ഞാൻ പേഴ്സണലി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അനേക ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനേകരെ സ്ഥാനപ്പെടുത്തി. റെജി പാസ്റ്ററുടെ ശുശ്രൂഷ കൊണ്ട് സഹപ്രവർത്തകരായ ആളുകൾ ഞാൻ ലൈവിൽ കാണാറുണ്ട്. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള പെർത്ത് പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ലൈവ് മീറ്റിംഗ്, വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ആരാധനയും കൂട്ടായ്മയും അവിടെ നടക്കുന്നത് കാണാൻ കഴിയും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് മോശയോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ, മോശയോട് ഇത്രയും പറഞ്ഞ ചില ഗൈഡൻസ് ഉണ്ട് നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് ആ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, അതിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ സിസ്റ്റം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എക്സാക്ട്ലി. ആ സിസ്റ്റം ഇംപ്ലിമെന്റ്, എസ്പെഷ്യലി ഞാൻ ക്വാളിറ്റി സൈഡിൽ വർക്ക് ചെയ്യുന്നത്. ടീം ലീഡർ എന്ന നിലയിൽ അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസും അവർക്ക് കൊടുക്കേണ്ട എൻകറേജ്മെൻറ്റും കൊടുത്ത് നമ്മളത് മോണിറ്റർ ചെയ്താൽ ദേ ആർ ഓൾസോ വിൽ ബി സോ ഹാപ്പി ടു പാർട്ടിസിപ്പേറ്റ്. പക്ഷേ ഇപ്പോൾ 7 മിനിസ്റ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. വണ്ടർഫുൾ. 7 മിനിസ്റ്റേഴ്സും സഫയുടെ പ്രധാന ഘടകമാണ്. ഇപ്പം നമുക്ക് പെർത്ത് പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ 7 പേര് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓ വണ്ടർഫുൾ. അന്നേരം ഞാൻ റാദർ അസിസ്റ്റന്റ്, ഐ തിങ്ക് ദ ബെസ്റ്റ് വേർഡ് ഈസ് അസോസിയേറ്റ് ചെയ്യുന്നു. അസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സംതിങ് എന്നുള്ളതല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്ന ഒരു ബ്രെഡ് മുറിച്ച് ഒരേ ടേസ്റ്റ് പോലെ വിഷൻ സിമിലർ ആയതുകൊണ്ട് എല്ലാവരും എവറിത്തിങ് ഇൻ ക്രൈസ്റ്റ് ഫോർ ക്രൈസ്റ്റ് ത്രൂ ക്രൈസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലുള്ള. അതെ, തന്നെയല്ല. പക്ഷേ അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിപ്പച്ചെറുപ്പം ഞങ്ങൾക്കില്ല. ഞങ്ങളെല്ലാവരും തുല്യരായി അന്യോന്യം സ്നേഹിപ്പാൻ, ഓരോരുത്തരുടെ മിനിസ്ട്രിയും അന്യോന്യം, കാരണം ക്രൈസ്റ്റ് സെന്റേർഡ് ആയതുകൊണ്ടാണ്. എക്സാക്ട്ലി. അടുത്ത ഒരു വലിയ എന്ന് വെച്ചാൽ പക്ഷേ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാവരും വോളണ്ടറി ആയിട്ടാണ് മിനിസ്ട്രി ചെയ്യുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ആരും പെയ്ഡില്ല. എവരിവൺ ഈസ് paying to the church for the ministry rather than receiving from the church. ഇപ്പോൾ എത്ര വർഷമായിട്ട് നമ്മുടെ പെന്തക്കോസ്റ്റൽ പെർത്ത് പെന്തക്കോസ്റ്റൽ അസംബ്ലി? 17 വർഷം കഴിഞ്ഞു പാസ്റ്ററെ. ഈ 17 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കോവിഡ് സമയത്ത് ദൈവം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതാണ്ട് 1/2 ഏക്കറിൽ കൂടുതൽ വസ്തു വാങ്ങുവാനും ഞങ്ങളുടെ ഇഷ്ടത്തിനും ഞങ്ങളുടെ ഡിസൈനിലും അത് പണിയുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. അന്ന് ഞാനവിടെ വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ നമുക്കത് റെന്റഡ് ഹൗസിലായിരുന്നു. നമ്മൾ വർഷം പല സ്ഥലങ്ങളിൽ മാറി ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഹോളുകളിലായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഓഫീസ് കോംപ്ലക്സോട് കൂടിയ ഒരു 300 പേർക്ക് വന്നിരിക്കത്തക്ക നിലവാരത്തിലുള്ള ആലയം പണി കഴിപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. ഇതുവരെയും പാസ്റ്റർ എന്ന നിലയിൽ ചർച്ചിൽ നിന്ന് ഒരു സാലറിയോ ഒന്നും മേടിക്കാതെ കർത്താവ് തന്ന അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ. ഞാൻ ചർച്ചിൽ നിന്ന് മാത്രമല്ല, ഞാൻ എവിടെ മിനിസ്റ്റർ ചെയ്യാൻ പോയാലും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാറില്ല. ബിക്കോസ് ദൈവം എനിക്ക് ഒരു ജോലി തന്നിട്ടുണ്ട്, അത് കുടുംബം പുലർത്തുവാൻ അത് ആവശ്യമാണ്. നമ്മുടെ ബ്രെഡിനുള്ളത് ദൈവം തരുന്നുണ്ട്. അന്നേരം നമ്മൾ ആർക്കും ഒരു ഭാരമായി തീരാതെ വിളിക്കുന്നിടത്ത് എന്ന് ഫ്രീ ആയിട്ട് മിനിസ്റ്റർ ചെയ്യുവാൻ, അല്ലെങ്കിൽ എന്നെ ഒരാൾ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ അവർക്കൊരു ബേർഡൻ ഇല്ല. ബിക്കോസ് അവർക്കറിയാം ഐ വോണ്ട് റിസീവ് എനിത്തിങ്. അന്നേരം ഒരു ബേർഡനും ഇല്ലാതെ ഇതുവരെ മിനിസ്റ്റർ ചെയ്യാൻ. ഞാൻ മാത്രമല്ല പാസ്റ്ററെ, അതിനകത്ത് വലിയൊരു എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ട് പാസ്റ്ററെ. ഞങ്ങളുടെ കൂടെ മിനിസ്റ്റർ ചെയ്യുന്ന അനേക ദേവാസന്മാർ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. ഒരിക്കൽ ഒരു ദേവാസനം എന്നെ അത്ഭുതപ്പെടുത്തി. പാസ്റ്റർ ഡേവിഡ് എനിക്ക് പേഴ്സണലി പറയുമ്പോൾ, താൻ മറ്റൊരു സ്റ്റേറ്റിൽ ശുശ്രൂഷ ചെയ്തിട്ട് തനിക്ക് കിട്ടിയ ഓഫറിങ് താൻ തിരിച്ച് പെർത്തിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്കത് അവിടുന്ന് കിട്ടിയ ഓഫറിംഗ് ആണ്, അത് ഞാൻ പാസ്റ്ററെ തരുന്നു, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. വണ്ടർഫുൾ. അന്നേരം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരും അതേ മൈൻഡിൽ ഒരുമിച്ച് നിൽക്കാൻ. നമ്മുടെ ജെയിംസ് ബ്രദർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജെയിംസ്, പാസ്റ്റർ സുനിൽ, പാസ്റ്റർ ലിറ്റി, ഇവാഞ്ചലിസ്റ്റ് ബ്ലസ്സൻ, ഇവാഞ്ചലിസ്റ്റ് റോയ്, എനിക്ക് അസിസ്റ്റ് ചെയ്ത മോനുണ്ടായിരുന്നല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്ത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
ബ്രദർ ഐസക് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം പാസ്റ്റർ സുനിൽ ഇല്ല എങ്കിൽ എൻ്റെ ഒരു കൈ അറ്റുപോയതുപോലെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഈ ദൈവദാസന്മാരെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് നിൽക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു കർത്താവ് നിങ്ങളുടെ കൂട്ടമായ പ്രവർത്തനത്തെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം പരിമിതമായി വരുന്നു തോന്നുന്നല്ലേ? അതെ, ഇപ്പോഴത്തെ സ്ഥലത്ത് നിറഞ്ഞു. ഞങ്ങൾക്കിപ്പം കമ്പൈൻഡ് സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഇംഗ്ലീഷും മലയാളവും ഒരു കമ്പൈനിലേക്ക് വരാൻ പറ്റത്തില്ല. അന്നേരം അതിന്റെ ബുദ്ധിമുട്ടിലേക്ക് വരുന്നു. അന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാസ്റ്ററെ, ഞങ്ങളുടെ വിഷൻ ഒരേക്കർ സ്ഥലം, ഒരേക്കറല്ല പാസ്റ്ററെ, ഞങ്ങൾ നോക്കുന്നത് 10 ഏക്കറാണ്. വണ്ടർഫുൾ. 10 ഏക്കറിൽ നമ്മുടെ സഭയ്ക്കും അതോടൊപ്പം തന്നെ നമ്മൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ചൈൽഡ് സെൻറ്റർ, അതേപോലെ ആൾക്കാർക്ക് എപ്പം വന്ന് ഭക്ഷിപ്പാനുള്ള ഒരു ഭക്ഷണശാല എന്ന് വെച്ചാൽ അത് അല്പം ചാരിറ്റിയുടെ അതിനോട് ചേർന്ന് ചാരിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ചർച്ചിലുള്ളവർക്ക് അതൊരു റെസ്റ്റോറൻ്റായിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് സമയത്തും വന്ന് ഫ്രീ ആയിട്ട് കഴിക്കാനുള്ള. അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് കയറി പറയുക, 10 ഏക്കർ സ്ഥലമാകുമ്പം ഇനി അടുത്ത തലമുറയൊക്കെ വരുമ്പോൾ നമ്മുടെ മലയാളികളായ ആളുകളെ എത്രയും കെയർ ചെയ്യാനായിട്ട് പിൻതലമുറയ്ക്ക് സാധിക്കാതെ വന്നാലും ആ ചർച്ചിൻ്റെ ക്യാമ്പസിനകത്ത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൂടെ വേണ്ടി വന്നാൽ താമസിച്ചുകൊണ്ട് കൂട്ടായ്മ ആചരിക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വരാനും ചിലപ്പോൾ അതൊരു സാധ്യതയാകാം. പക്ഷേ എൻ്റെ വിഷൻ, ഒരു കുഞ്ഞ് പെർത്ത് പെന്തക്കോസ്റ്റ് അസംബ്ലിയിൽ സൺഡേ സ്കൂൾ പഠിച്ചാൽ അവരുടെ മരണം വരെ, അല്ലെങ്കിൽ ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്നും മടക്കി വിളിക്കുന്നിടം വരെ ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ കെയർ ചെയ്യുന്നത്. വണ്ടർഫുൾ. അന്നേരം ചർച്ച് ഇപ്പോഴ് ഈ വസ്തു നോക്കുന്നതോടൊപ്പം തന്നെ ചർച്ചിൻ്റേതായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് വില്ലേജ് ഞങ്ങൾ പണിയുവാനായിട്ട് ഞാൻ വരച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അതൊരു പ്രൊഫസിയാന്ന് തോന്നുന്നില്ല. ഞാനത് വരച്ചു കഴിഞ്ഞു. ദൈവം അനുവദിച്ചാൽ ഒരു റിട്ടയർമെൻറ്റ് വില്ലേജ് പണിയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന വിഷൻ പാസ്റ്റർ, ഐ ഡോണ്ട് നോ, ഐ ആം തിങ്കിങ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. നോർമലി നമ്മൾ ചർച്ച് കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി എന്നുള്ള കൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവരുടെ മരണം വരെ ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ദൈവസഭ നിറവേറ്റിയിരിക്കണമെന്ന് വളരെയധികം ചിന്തിക്കുകയും. പെർത്ത് പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ വർഷിപ്പ് അവിടെ ഓസ്ട്രേലിയയിൽ ഞാൻ പോയ പല സ്ഥലങ്ങളിലുള്ളവർ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ആ കൂട്ടായ്മയിലോട്ട് വരാൻ താല്പര്യപ്പെട്ട് വരുന്നവർ തന്നെ ഒരുപക്ഷെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ല പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് എല്ലാവരും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ജോലിയുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ മറ്റങ്ങനെയുള്ള കാര്യമായിരിക്കും. പക്ഷേ പെർത്തിലേക്ക് അനേക കുടുംബങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് മൂവ് ചെയ്ത് വരുന്നത് പെർത്ത് പെന്തക്കോസ്റ്റ് അസംബ്ലിയിലെ ഒരു പാർട്ടായി തീരുക എന്നുള്ള വലിയ ആഗ്രഹത്തോടെ കടന്നു വരുന്ന കുടുംബങ്ങളാണ്. നമുക്കിപ്പം 6-7 കുടുംബങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞു. മെൽബണിൽ നിന്ന്, ബ്രിസ്ബനിൽ നിന്ന്, ഡാർവിനിൽ നിന്നൊക്കെ കുടുംബങ്ങൾ വന്നു കഴിഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോഴും മറ്റ് 3 കുടുംബങ്ങളൂടെ പെർത്തിലേക്ക് ദൈവസഭയിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാനുള്ള ആഗ്രഹത്തോടെ കടന്നു. ആസ്പറി പോലുള്ള ഒരു ചെറിയ ചലനം തുടങ്ങിയ പോലെ തോന്നുന്നല്ലേ? നിശ്ചയമായിട്ട് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥന പാസ്റ്ററെ പെർത്തിൽ നിന്നായിരിക്കണം അടുത്ത റിവൈവൽ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിഗിൽസ്ബർത്തിന്റെ പ്രൊപ്പസി ഓസ്ട്രേലിയയിൽ നിന്നൊരു ഉണർവുണ്ടാവുന്ന ഒരു പ്രൊപ്പസി കിടപ്പുണ്ട്. എക്സാക്ട്ലി. അതിൽ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് പെർത്തിൽ നിന്നായിരിക്കണം, അത് ഞങ്ങളിൽ നിന്നായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എക്സലന്റ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളി ഡെയ്സി വളരെ സമർപ്പണത്തോടെ ഈ ശുശ്രൂഷയിലും ജോലിയിലും എല്ലാം ഞാനവിടെ വന്ന് പാർത്തപ്പോൾ എന്നെ ആത്മാർത്ഥമായ ശുശ്രൂഷയെല്ലാം ദിവസനെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. നിശ്ചയം പക്ഷേ നമ്മുടെ കുടുംബമില്ലാതെ നമുക്കൊരിക്കലും മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കുമ്പോഴും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഷോപ്പിംഗ് അല്ലെങ്കിൽ ദേവദാസന്മാർ വന്നാൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കേണ്ടതും ഡെയ്സിയുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ അതിനൊന്നും പോകാറില്ല. ഞാൻ പുള്ളിക്കാരി അതൊരു നിരാശയും കൂടാതെ അതൊക്കെ ചെയ്യും, തൻ്റെ ജോലിയോടൊപ്പം അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾ 3 പേരും എന്നെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏബലും അബിയലും ഗബ്രിയലും. പ്രത്യേകിച്ച് ഇപ്പോഴ് അബിയലാണ് യൂത്തിൻ്റെ മെയിനായിട്ട് നിന്ന് ലീഡ് ചെയ്യുവാൻ തക്കണം. ദൈവം അവനെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കാനിടയായി. ഇപ്പം RTOS എന്ന് പറഞ്ഞിട്ട് ആ യൂത്ത് മീറ്റിങ്ങിൽ വൺ ഓഫ് ദ ലീഡർഷിപ്പ് ടീമിൽ താൻ അത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. വണ്ടർഫുൾ വണ്ടർഫുൾ. ഈ സമയം ഞാൻ കർത്താവിൻ്റെ ദാസി ഡെയ്സിയെക്കുറിച്ചൊരു കാര്യം ഓർക്കുകയായിരുന്നു. എന്നെ എവിടെയോ കൊണ്ടുപോകുമ്പം എന്നോട് പറഞ്ഞ് എത്രയോ നല്ല വില കൂടിയ ഒരു കാർ ഉപയോഗിക്കുന്ന കാറ് ഇപ്പം അത് എന്തുമായിരുന്നു, BMW X7. അപ്പോൾ ആ കാറിൽ പോയി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി കരഞ്ഞു. എന്നോട് സാക്ഷ്യം പറയുമ്പോൾ കരഞ്ഞു. എന്നോട് പറഞ്ഞു, നാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് ഒരു യോഗ്യതയുമില്ല,
ഇത്രയും വില കൂടിയ ഒരു വാഹനത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ യാതൊരു യോഗ്യതയില്ല, എന്നാൽ കർത്താവ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിങ്ങനെ കരയുന്നതാണ്. ഞാൻ നന്ദിപൂർവ്വം ആ ഒരു ദൈവസന്നിധിയിലുള്ള ആ ദൈവം നൽകിയ നന്മയിൽ ദൈവത്തിന് മഹത്വവും നന്ദിയും കൊടുക്കുന്ന ആ ഒരു ഹൃദയം വളരെ അഭിനന്ദനിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ല പക്ഷേ ഇപ്പം ഞങ്ങൾ ജോലിയുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുമ്പോഴും സ്റ്റിൽ ഐ ലവ് ടു റിമെമ്പർ ദ ഡേയ്സ് വി ഗോൺ ത്രൂ. എവിടെയൊക്കെ ദൈവം സഹായിച്ചെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. പാസ്റ്റർജി പെന്തക്കോസ്റ്റിലാണല്ലോ ജനിച്ചു വളർന്നത്. ഈ ഡയറക്റ്റ് ഒരു ശുശ്രൂഷയിലല്ലല്ലോ വന്നത്. പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളിൽ പല ആളുകളും പറയാറുണ്ട് പെന്തക്കോസ്റ്റുകാർ പിള്ളേരെല്ലാം തലതെറിച്ച പിള്ളേരാണ്. ഒരുപക്ഷേ ബാല്യകാലമൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചതിൽ നിന്ന് അന്യപ്പെട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒരു കാലത്തിൻ്റെ സ്റ്റോറി വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് മദ്യപാനി അവിടെ കൊണ്ടും തീർന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട്. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തെ ഒരു അഡിക്ഷനിലേക്ക് മാറ്റിയ സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയൊക്കെ മഹാഭക്തരായിരുന്നല്ലോ. അതെ, വല്യപ്പച്ചനെ എനിക്കറിയാം. അപ്പച്ചനൊക്കെ ഭയങ്കര ഭക്തന്മാരായിരുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർജിയുടെ പിതാവ് കുഞ്ഞുമനച്ചാൻ ചർച്ചിൽ ഒരു ഹല്ലേലൂയ ഗ്ലോറി പറഞ്ഞാൽ സഭ പുനലൂർ നമ്മുടെ ചർച്ച് മുഴങ്ങും. അപ്പോൾ ആ സ്ഥാനത്ത് ലഹരിക്ക് അടിമയായിപ്പോയി അല്ലേ? ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചത് പാസ്റ്ററെ. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, മാതാപിതാക്കളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവമുണ്ടെന്ന്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ UP വാരണാസിക്കടുത്ത് റോബർട്ട്സ് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഞാനൊരു ശബ്ദം കേട്ടു, ഇവിടെ നിന്ന് എത്രയും വേഗം പുറപ്പെടുക. പക്ഷേ പിന്നെ ഞാൻ ശങ്കിക്കാതെ എൻ്റെ ബാഗ് എടുത്ത് നെക്സ്റ്റ് ഡേയിൽ റിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ ഡൽഹിക്ക് മടക്കി യാത്രയായി. അതാണ് എന്നെ മടക്കി എന്ന് വെച്ചാൽ ദൈവശബ്ദത്തിന് ഞാൻ ആ സമയത്തും റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നുവെച്ചാൽ പഠിച്ചത് ദൈവം, നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷനൊക്കെ നമുക്കറിയാം. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും നമുക്കറിയാം. ആ ദൈവാത്മാവ് സംസാരിക്കുന്ന ഉറപ്പോടെ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് മറ്റൊരു ജോലി ഇല്ലാതെ ഡൽഹിക്ക് ഞാൻ ട്രെയിൻ കയറി. അവിടെ നിന്നാണ് ഒരു ചേഞ്ച് വന്നത്. എന്നാൽ ഡൽഹിയിൽ ചെന്നു. ഡൽഹിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഞാൻ മൂവ് ചെയ്തു. ഒരിക്കൽ എന്നെ നക്സൽ ഗ്രൂപ്പുകൾ എന്നെ വിളിച്ചിരുന്നു അവരുടെ കൂടെ മിനിസ്ട്രി ചെയ്യാൻ. അവരുടെ കൂടെ അവരുടെ എന്താ പറയുന്നത് ഒരു മെമ്പറായി ടീമിലാകാൻ. അതേപോലെ കോൺഗ്രസ് BJP ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് നമുക്ക് ഏതിനും ഒരു തിളയ്ക്കുന്ന രക്തമായതുകൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസിൽ എന്തും ആകും അല്ലേ? യെസ്, എന്ന് വെച്ചാൽ വളരെ വളരെ ഒരു എന്താ പറയുന്നത് വേണ്ടാത്ത നിലവാരത്തിലൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ പക്ഷേ എനിക്ക് അതെന്നെ ഉപകാരപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് പക്ഷേ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ അല്പം തെറ്റിപ്പോയാൽ എല്ലാവരും അവരെ പഴിക്കാനുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ദൈവം തന്ന ഒരു കൃപയുണ്ട്. എൻ്റെ ഷൂസ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവരെ ഒരിക്കലും പഴിക്കാതെ ഞാൻ അവരെ മാർവോട് ചേർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറയിൽ കടന്നു പോകുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കുറ്റം വിധിക്കാതെ അവരെ ചേർത്ത് പിടിക്കാനൊരു കൃപ. അവർ അശുവിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ മാതിരി ആ പെയിനിലൂടെ കടന്നു പോയതുകൊണ്ട് അവരുടെ പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഏജ് ഫാക്ടേഴ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പാസ്റ്ററെ. ഏജ് ഫാക്ടേഴ്സ്, ആ ഏജിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും. ഞാൻ ഇന്ന് 50+ വയസ്സ് ആയപ്പോൾ ഞാൻ ഇന്ന് കാണുന്നത് 25 വയസ്സുള്ള കുഞ്ഞിലും 20 വയസ്സുള്ള കുഞ്ഞിലും ഞാൻ നോക്കിക്കണ്ടാൽ എനിക്ക് പറയാൻ കഴിയും ഞാനൊരു വീട്ടിലാണ്. എന്നുവെച്ചാൽ ഞാൻ കടന്നുപോയ ഏജിൽ എനിക്കറിയാം ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. പക്ഷേ ആ ഏജിൽ നമുക്ക് അവരെ മാർവോട് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് അവരെ പുറത്തെടുക്കാൻ കഴിയും. പക്ഷെ അതിനു പകരം നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് അവരെ പഴിച്ച് ഒരിക്കലും അവർ ദൈവസ്ഥാനം മടങ്ങി വരാത്ത നിലവാരത്തിൽ അവരെ പുറത്ത് കളയുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് മോസ്റ്റ്ലി ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം അവരെ മനസ്സിലാക്കാൻ ഇന്ന് ആളുകൾക്ക് കഴിയുന്നില്ല. അവരുടെ കുറവുകൾ ഹൈലൈറ്റ് ചെയ്യുക, അവർ തേജോവധം ചെയ്ത് പുറത്താക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിശ്ചയമാണ് മാസ്റ്റർ. എനിക്ക് പെർത്തിൻ്റെ ഒത്തിരി എക്സാമ്പിൾസ് മാസ്റ്റർ തരാനുണ്ട്. പക്ഷേ പല കാര്യങ്ങളും വളരെ പ്രൈവറ്റ് മാറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്കതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ മടക്കി കൊണ്ടുവന്നത് ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഉണ്ട്. അവരൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ വിശ്വസ്ത ഭടന്മാരാണ്, വിശ്വസ്ത സാക്ഷികളാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ മുൻപിലുണ്ട്. ഈ നമ്മുടെ ഒരു ചെറിയ ഗ്രാമത്തിലാണല്ലോ നമ്മളവിടെ ജനിച്ച് വളർന്നത്. അപ്പോൾ അവിടെ
പണ്ട് കണ്ടം കൃഷിയും പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. അപ്പം അന്നത്തെ ജനം ഒരു പരിധിവരെ നമ്മളെ കണ്ടത്തിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമായിരിക്കും എന്ന് വിധിയെഴുതിയവരും കാണുമായിരിക്കുമല്ലോ. നിശ്ചയമായിട്ടും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പാസ്റ്ററെ. ഒരിക്കൽ എൻ്റെ ഒരു ബന്ധു തന്നെയാണ് ഒരിക്കൽ വന്നിട്ട്, നമുക്കറിയാമല്ലോ ആ ഏജിലുള്ള ഭാരങ്ങളൊക്കെ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കും നിൻ്റെ അപ്പൻ്റെ ഗതി തന്നെ ആയിരിക്കും ഈ കണ്ടത്തിലൊക്കെ ജീവിതം തീർക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ നമ്മുടെ ഭാവി അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് ഉയരത്തിലുണ്ട്. അവൻ നമ്മെ നടത്താൻ ശക്തനാണ്. ഞാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട് പക്ഷേ, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചാൽ തീരാത്തവണ്ണമുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി നമ്മളെ അനുവദിക്കുന്നില്ലല്ലോ. എന്നാൽ നിശ്ചയമായിട്ടും പാസ്റ്റർ എന്നോട് പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ ഒരു ബുക്ക് എഴുതുവാൻ ഞാൻ കർത്താവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക പാസ്റ്ററെ. ദൈവം അനുവദിച്ചാൽ ഞാൻ ആ ബുക്ക് ഈ വർഷം എഴുതി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് നിശ്ചയമായും ഈ തലമുറയ്ക്ക് പാസ്റ്റർ റെജിയുടെ ലൈഫ്, ജീവിതത്തിലെ ഇന്നലകളിൽ പിന്നിട്ട ആ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് ഭയങ്കര അനുഭവമായിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, അവിടെ പ്രസംഗിക്കുമ്പോഴാണേലും ആരാധന ലീഡ് ചെയ്യുമ്പോഴാണേലും ലഹരിക്ക് അടിമയായ ആൾ ക്രിസ്തുവിൽ മോചിതനായി കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ ലഹരിയിൽ നൃത്തം ചെയ്യുന്ന ആ കാഴ്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ കൂടെ ഡൽഹിയിലുണ്ടായിരുന്ന ഒരു അനിൽ, ഇന്ന് പുള്ളി UK യിലാണ്. ഞാൻ ആ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി വിശ്വാസിയല്ല. പുള്ളി എന്നെ ഒരിക്കൽ വിളിച്ചു, ഓസ്ട്രേലിയക്ക് വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ജോർജ് നീ ഇപ്പം പാസ്റ്ററാണ്? ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററാണ്. അല്ല, ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അന്നേരം പറഞ്ഞു, എനിക്കിന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ ഇങ്ങനെ ആയിത്തീരുമെന്ന്. എന്നുവെച്ചാൽ ആ കൂട്ടുകെട്ട് അവർക്കറിയാം ഞാൻ ഒരിക്കലും മടങ്ങി വരാത്ത നിലവാരത്തിൽ പോയ ഒരു വ്യക്തിയാണ്. എങ്ങനെ മടങ്ങി വന്നു എന്ന് അവർക്കിന്നും അതിശയമാണ്. അതിനകത്തൊരു വലിയ ഒരു ദൂതുണ്ട് പാസ്റ്ററെ, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവം ഇന്നും ശക്തനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറ എങ്ങനെയായി തീരുമെന്നുള്ള വളരെ വ്യാകുലത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു എക്സാമ്പിളാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു. അതേ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുറയെയും പുറത്തു കൊണ്ടുവരുവാൻ, അവരേതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, അവരെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കളയരുത്. പ്രാർത്ഥനയിൽ തുടരുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിൻ്റെ മറുപടിയുമായി മടങ്ങി വരുവാനിടയായിത്തീരും. സഹോദരങ്ങളെ, എത്ര തകർച്ചയിൽ നമ്മുടെ തലമുറ പോയിട്ടുണ്ടെങ്കിലും അത്രയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരയുന്ന കണ്ണും സ്നേഹിക്കുന്ന ഹൃദയം, വിമർശിക്കാത്ത മനസ്സും ദൈവസന്നിധിയിൽ കാത്തു സൂക്ഷിച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ ശ്രേഷ്ഠ ദൈവദാസനായ പാസ്റ്റർ റെജി ജോർജ് മാത്യു എന്ന് പറയുന്ന ആ ദൈവമനുഷ്യൻ തൻ്റെ യൗവനകാലത്ത് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. പക്ഷേ ദൈവസ്നേഹം തന്നെ മടക്കി വരുത്തി ഇന്ന് അനേകരുടെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃക ലീഡറായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വിശേഷാൽ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരിയിൽ പഠിക്കുവാനും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ അത് ഗ്രാജുവേറ്റ് ചെയ്യുവാനും ഇടയായിത്തീർന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ അനേകം ആത്മാക്കളെ, വിശേഷാൽ യൗവനക്കാരെ ചേർത്ത് പിടിച്ച് കർത്താവിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്തിരിക്കുക, പെർത്ത് പെൻറ്റക്കോസ്റ്റൽ അസംബ്ലി, ആ കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ എവിടെയെങ്കിലും ആയിരിക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ സമയം പോലെ പെർത്ത് പെൻറ്റക്കോസ്റ്റൽ അസംബ്ലി കൂട്ടായ്മയിൽ സൗകര്യം പോലെ നിങ്ങൾ പോകണം, ആരാധിക്കണം. നിങ്ങൾ ഏതെങ്കിലും ബ്രോക്കണായ അറ്റ്മോസ്ഫിയറിലൂടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് മാനസികമായി മുറിവേറ്റിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ജി. Thank you. Thanks very much. God bless you.